നമസ്കാരം കൂട്ടുകാരെ, മനിതൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മ്യൂച്വൽ ഫണ്ടിൽ SIP എന്താണ്? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ലേ? ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്റ്റോക്കിലാണ് SIP ചെയ്യുന്നത്. സ്റ്റോക്കിൽ ചെയ്യുന്നതും മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്നതും വ്യത്യസ്തമാണ്. മ്യൂച്വൽ ഫണ്ടിൽ പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ താങ്കളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അഥവാ അതേസമയം താങ്കളുടെ സ്വന്തം പൈസ മാർക്കറ്റിൽ ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി കുറച്ച് ക്രൈറ്റീരിയ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്യേണ്ടതായി വരും. മ്യൂച്വൽ ഫണ്ടിലൂടെ ക്യാപിറ്റൽ ഗ്രോത്തും ക്യാപിറ്റൽ സേഫ്റ്റിയും കൂടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഈ വീഡിയോയിൽ SIP ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. അതിനോടൊപ്പം ഡയറക്റ്റ് സ്റ്റോക്ക് സെലക്ഷന്റെ ക്രൈറ്റീരിയ എന്താണെന്നും നോക്കാം. നമുക്കിനി SIP എന്താണെന്ന് നോക്കാം, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. SIPയിൽ ചെറിയ തുക നിക്ഷേപിക്കാൻ പറ്റും. ഈ തുക എല്ലാ മാസത്തിലോ എല്ലാ ആഴ്ചയിലോ ക്വാർട്ടറിലോ അഥവാ ഒരു ഫിക്സഡ് ഡേറ്റിലോ അങ്ങനെ പല കാലാവധിയിലും തുക അടയ്ക്കാവുന്നതാണ്. സാധാരണ ആൾക്കാർ 1-ാം തീയതിയും 5-ാം തീയതിയും ഇടയ്ക്കാണ് SIP തുക അടയ്ക്കുന്നത്. കാരണം മാസവരുമാനം ചെലവാക്കുന്നതിന് മുമ്പ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമല്ലോ എന്നോർത്തിട്ട്. ഇനി എന്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉപയോഗിക്കണം? എല്ലാവരുടെയും ഉത്തരം ലാക്ക് ഓഫ് ലംസം ക്യാപിറ്റൽ ആണ്. താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നാൽ ആ തുക ഏതെങ്കിലും ഒരു കാരണത്താൽ ചെലവായി പോകും. ഈ ഒരു വീക്ക്നെസ് മറികടക്കാൻ SIP ഇൻവെസ്റ്റ് ചെയ്യാം. ലോങ് ടേം ക്യാഷ് കോർപ്പസ് അക്യുമുലേഷൻ ചെയ്യാൻ SIP നല്ലതാണ്. എന്ന് വെച്ചാൽ ചെറിയ SIP യൂസ് ചെയ്ത് വലിയ ഒരു തുക സ്വരൂപിക്കുക. SIP ഇൻവെസ്റ്റ്മെന്റിന്റെ 12% ആനുവൽ ഇൻകം ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് താങ്കൾ മാസം 2000 രൂപ വെച്ച് അടയ്ക്കുകയാണെങ്കിൽ 40 കൊല്ലത്തെ സമയപരിധിയിൽ താങ്കൾ 9.6 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. താങ്കളുടെ പൈസ 40 കൊല്ലം കോമ്പൗണ്ട് ആയതിനു ശേഷം 2.4 കോടി രൂപ ആയിരിക്കും. പക്ഷേ അതേസമയം താങ്കൾ 30 വർഷത്തിന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതും 7.2 ലാക്ക് വെച്ചാണെങ്കിൽ താങ്കളുടെ കോർപ്പസ് 70.6 ലാക്സ് ആയിരിക്കും. എന്നാൽ താങ്കൾ 20 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ താങ്കളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 4.8 ആയിരിക്കും. അതിന്റെ ഫൈനൽ കോർപ്പസ് 20 ലക്ഷം ആയിരിക്കും. അതേസമയം താങ്കൾ 10 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 2.4 ലാക്സ് വീതം താങ്കളുടെ ഫൈനൽ കോർപ്പറേറ്റ് 4.6 ആയിരിക്കും. ഈ ഡേറ്റയിൽ താങ്കൾ തിരിച്ചറിഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ വർഷങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഈ കാരണം കൊണ്ടാണ് വാരൻ ബഫറ്റ് പറയുന്നത്, നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക, ഒത്തിരി നാൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് രണ്ടും പവർ ഓഫ് കമ്പ്യൂട്ടിംഗിന്റെ കോർ പ്രിൻസിപ്പിൾസ് ആണ്. എത്ര സമയം കൂടുന്നുവോ അത്രയും പവർ കോമ്പൗണ്ടിങ് കൂടിക്കൊണ്ടിരിക്കും. അടുത്ത കാരണം SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ്. മാർക്കറ്റ് ലോ ആണെങ്കിൽ നമുക്ക് മേടിക്കണം, മാർക്കറ്റ് ഹൈ ആണെങ്കിൽ നമുക്ക് വിൽക്കണം. ലോങ് ടൈം പ്രിൻസിപ്പിൾ വേണ്ടി മാർക്കറ്റ് ഇപ്പോഴും ഹൈ ആവുമ്പോൾ കുറച്ച് മാത്രം ബൈ ചെയ്താൽ മതി. അതേസമയം മാർക്കറ്റ് ലോവർ ആണെങ്കിൽ കൂടുതൽ ബൈ ചെയ്യണം. ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് ഫോളോ ചെയ്യാറുണ്ട്. അവരുടെ മാർക്കറ്റ് നോളജ് വളരെ ഹൈ ആണ്. അവർ ഡെയിലി ഈ മാർക്കറ്റ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ മാർക്കറ്റ് അനലൈസ് ചെയ്യാനുള്ള സമയമില്ല. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഫുൾ ടൈം ജോബിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പലരും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് ഒരു ഐഡിയ ഉണ്ടാവുന്നില്ല. ഇതുപോലത്തെ ആൾക്കാർക്ക് SIP വളരെ ഗുണം ചെയ്യും. കാരണം റുപ്പി ആവറേജ് കോസ്റ്റ് ഫോളോ ചെയ്യുന്നു SIP. SIPയിൽ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിക്സഡ് എമൗണ്ട് ആണ്. സപ്പോസ് താങ്കൾ 10,000 രൂപയുടെ സ്റ്റോക്ക് എല്ലാ മാസവും SIPയിലാണ് ഇടുക എന്നിരിക്കട്ടെ. ഈ ചാർട്ടിൽ നോക്കൂ. സ്റ്റോക്കിന്റെ റേറ്റ് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി താങ്കൾ കുറവ് ക്വാണ്ടിറ്റി മേടിക്കുന്നു. അതേസമയം സ്റ്റോക്കിന്റെ പ്രൈസ് കുറവാണെങ്കിൽ താങ്കൾ ഓട്ടോമാറ്റിക്കലി കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കുന്നു. ഈ ചാർട്ടിൽ നോക്കൂ. ഇതിന്റെ കാരണം താങ്കൾ ഫിക്സഡ് ആയിട്ട് 10,000 രൂപയോളം മാസം ചെലവാക്കുന്നത്. റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിൽ മാർക്കറ്റിലെ വില കുറവാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഷെയർ കൂടുതൽ മേടിക്കുന്നു. മാർക്കറ്റിൽ വില കൂടുതലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഷെയർ കുറച്ച് മേടിക്കുന്നു. ഇത് കാരണം സമയമില്ലാത്ത നമുക്ക് ഇതിനു വേണ്ടി മാത്രം പ്രത്യേക സമയം ചെലവാക്കേണ്ടി വരില്ല. ഫുൾ ടൈം ബിസിനസ്സിലോ അല്ലെങ്കിൽ ജോബിലോ ഏർപ്പെടുന്നവർക്ക് SIP ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും നല്ലത്. സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ഫണ്ടമെന്റലി സ്ട്രോങ് ആകണം, മാർക്കറ്റ് ലീഡർ അല്ലെങ്കിൽ ഡോമിനന്റ് പ്ലെയർ ആകണം, സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് കൂടുതലായിരിക്കണം, കുറവ് ഡെബിറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഡെബിറ്റ് ഫ്രീ ആയിരിക്കണം, ആ കമ്പനിയുടെ ROE റിലേറ്റീവ്ലി ഹയർ ആയിരിക്കണം, റിട്ടേൺസ് ഓഫ് ഈക്വിറ്റി കൺസിസ്റ്റന്റ് 3 കൊല്ലത്തേക്ക് ആയിരിക്കണം. ഇത് മൊത്തം അനുസരിച്ചുള്ള കമ്പനികൾ താങ്കൾ മിക്കവാറും ന്യൂസിൽ അല്ലെങ്കിൽ പേപ്പറിൽ കേൾക്കാറുണ്ട്. ഉദാഹരണത്തിന് ഹിന്ദുസ്ഥാൻ ലിവർ, HDFC, കോട്ടക് ബാങ്ക് അടുത്ത 2 ഉദാഹരണങ്ങളാണ്. ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ഷാംപൂ, സോപ്പ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നു. ബജാജ് ഫിൻലാൻഡ്സ് നമ്മൾ മിക്കവാറും ലോൺ എടുക്കുന്ന കമ്പനി. നെസ്ലെ മാഗി അല്ലെങ്കിൽ ITCAP നമ്മൾ ന്യൂഡിൽസ് മേടിക്കുന്ന കമ്പനി. ഈ സ്റ്റോക്കുകളാണ് എല്ലാ ക്രൈറ്റീരിയയിൽ ഫുൾഫിൽ ചെയ്തു വരുന്നത്. അടുത്ത നമ്മുടെ ചോദ്യമാണ്, SIP ഇൻവെസ്റ്റ് ചെയ്യാൻ എത്ര സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യണം? കുറഞ്ഞത് ഒരു 10 സ്റ്റോക്കെങ്കിലും സെലക്ട് ചെയ്യണം. 10 സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ 2 സ്റ്റോക്ക് സെയിം സെക്ടറിൽ നിന്ന് ആവാതെ സൂക്ഷിക്കുക. നമ്മൾ ഏത് സെക്ടർ ചൂസ് ചെയ്താലും അതിന് ഗ്രോത്ത് ഉള്ളതാണോ എന്ന് നോക്കുക. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടൈമിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഗ്രോത്ത് ഇല്ലാത്ത സെക്ടർ തെരഞ്ഞെടുത്താൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഗുണമില്ല. ഓട്ടോമൊബൈൽസിന്റെ പാർട്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ പാർട്സ് ഉണ്ടാക്കുന്ന സെക്ടർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഒഴിവാക്കുക. ഇവിടെ മിനിമം 10 സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണം ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. എല്ലാ പോർട്ട്ഫോളിയോയിലും 1-2 സ്റ്റോക്ക് പെർഫോമൻസ് തരുന്നില്ല. അത് നമുക്ക് ഇവിടെ പരിഹരിക്കാൻ പറ്റും. ഒരു സെക്ടറിൽ നിന്ന് 2-ൽ കൂടുതൽ യൂസ് ചെയ്യാത്തതിന്റെ അടുത്ത കാരണമാണ് കോൺസെൻട്രേഷൻ റിസ്ക്. എങ്ങാനും 1-2 സ്റ്റോക്കുകൾ നമ്മൾ ചൂസ് ചെയ്ത ക്രൈറ്റീരിയയിൽ പെർഫോമൻസ് തരുന്നില്ലെങ്കിൽ അത് കോൺസെൻട്രേഷൻ റിസ്ക് ആയിട്ട് ബാധിക്കും. അടുത്ത വിഷയം എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റോക്കിന്റെ സൈസ്. 70% ലാർജ് ക്ലാസ് കമ്പനി സെലക്ട് ചെയ്യുക, 30 മിഡ് ക്ലാസ് കമ്പനി സെലക്ട് ചെയ്യുക. SIP ഇൻവെസ്റ്റ്മെന്റിൽ ബെന്നി ക്യാപ് സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആവശ്യമുണ്ടെങ്കിലും ആദ്യം നോക്കേണ്ടത് സെബി രജിസ്ട്രേഷൻ ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ വരുന്നവർ എല്ലാം മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആണ്. ഇവർക്ക് വേണ്ടത് കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ് ആണ്. നിങ്ങളുടെ താല്പര്യമല്ല അവരുടെ താല്പര്യം. മറിച്ച് സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി മണിധൻ നിങ്ങളുടെ പക്കൽ ഫീ മേടിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന നിങ്ങളുടെ താല്പര്യം മുൻനിർത്തി അഡ്വൈസ് ചെയ്യുന്നു. ജസ്റ്റ് ലൈക്ക് എ ലോയർ who defends your case in front of judge. We both are on the same side of the table, trying to make your financial life journey easy.